ഹായ്, ഞാൻ സലു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. 10 മണി ചെടികൾ വിൽക്കുന്ന നല്ലൊരു സെല്ലറിനെ പറ്റി. ഇന്നത്തെ വീഡിയോയിൽ ഒരു വലിയ 10 മണി പാടമൊന്നും അല്ല ഞാൻ കാണിക്കുന്നത്. എന്നാൽ തന്നെയും 2-3 കെട്ടിടങ്ങളുടെ മുകളിലായിട്ട് 10 മണി ചെടി വളർത്തുന്ന എറണാകുളം സ്വദേശിയായ ഫറൂഖിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുകൂടാതെ തന്നെ ഫറൂഖ് എനിക്ക് കുറച്ച് 10 മണി ചെടികൾ അയച്ചു തന്നു. അത് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഫറൂഖിനെ ഒന്ന് പരിചയപ്പെടാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഫാറൂഖ് എന്നാണ്. ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിന് മുകളിലായിട്ട് ഒരു 100ഓളം ഗ്രോ ബാഗുകളിലായിട്ട് 10 മണി ചെടികൾ ചെയ്യുന്നുണ്ട്. ഒരു 70ഓളം വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ഓൾ ഇന്ത്യ കൊറിയറായിട്ട് പല സ്ഥലങ്ങളിലേക്കായിട്ട് നമ്മൾ കൊറിയറായിട്ട് അയക്കുന്നുണ്ട്. നമ്മൾ ആഴ്ച 2 ദിവസമായിട്ടാണ് കൊറിയർ ചെയ്യുന്നത്. പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് ഫറൂഖിൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോംബോ ഓഫേഴ്സ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. 10 മണി ചെടികളുടെ കെയറിനെ പറ്റിയും എന്തെല്ലാം ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം ഫറൂഖാണ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. 10 മണി ചെടിയിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഓപ്പൺ ടെറസിൽ തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന് മുകളിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കെട്ടിടങ്ങളുണ്ട്, അതിൻ്റെ മുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഗ്രോ ബാഗും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് വരുന്ന ടെർമോക്കോൾ ബോക്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ബേസൻ പോലുള്ളതിലൊക്കെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഓരോ ബോക്സിൻ്റെ ഉള്ളിലും ഓരോരോ വെറൈറ്റീസാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഒരു ഏകദേശം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പല കോംബോകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിൻഡ്രല്ല, ടൈഗർ ടിപ്സ്, ജംബോ, ഡബിൾ ഷെയ്ഡ്, പോർട്ടുലക്ക, പെർസ്ലൈൻ, അങ്ങനെ എല്ലാ വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമ്മൾ ഓരോരോ കോംബോ പാക്കായിട്ട് മീൻസ് ഇപ്പോൾ ഒരു കോംബോ ഓഫറായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം 10 മണി ചെടി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ 10 മണി ചെടി നല്ല രീതിയിൽ പൂവിടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വെയിൽ കിട്ടുന്നിടത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളിത് നടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നടുമ്പോൾ ഒരു ഉദാഹരണം നമ്മളൊരു 20-25 ഗ്രോ ബാഗ് ഒരുമിച്ചായിരിക്കും നമ്മൾ മണ്ണ് നിറക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കിതിന് ഇപ്പോൾ ഒരു 25 ഗ്രോ ബാഗ് നിറക്കാനുള്ള മണ്ണ് 25 ഗ്രോ ബാഗാണ് നമ്മൾ നിറക്കുന്നതെങ്കിൽ ഒരു 20 ഗ്രോ ബാഗിന് നിറക്കാൻ പറ്റുന്ന അത്രയും മണ്ണ് നമ്മൾ ആദ്യം ടെറസിന് മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ചാക്ക് ചാണകപ്പൊടി, ഒരു ബാഗ് ചാണകപ്പൊടി 10 കിലോൻ്റെത് നമ്മൾ അതായത് റെഡിമെയ്ഡ് മേടിക്കുന്നതാണ്. നമ്മുടെ നല്ല രീതിയിൽ പൗഡറായിട്ടുള്ള ചാണക പൗഡർ നമ്മളതിലേക്ക് ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെർമി കമ്പോസ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ ഒരു 10 കിലോ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിച്ച് ഈ ഒരു മണ്ണിലേക്ക് ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടി നമ്മളൊരു 4 കിലോളം എല്ലുപൊടിയും നമ്മളിതേപോലെ പൊട്ടിച്ചിടുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുമ്മായം നമ്മൾ യൂസ് ചെയ്യും. ഇതെല്ലാം ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യും. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ചകിരിച്ചോറ് നമ്മളത് യൂസ് ചെയ്യാറില്ല. പിന്നെ ചകിരിച്ചോറ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു ഇതിൽ നമ്മളത് യൂസ് ചെയ്യാറില്ല. എന്നാൽ പോലും വേണമെന്നുണ്ടെങ്കിൽ ഒരു റേഷ്യോ നമുക്ക് അതിലേക്ക് ചകിരിച്ചോറ് ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിറക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ഗ്രോ ബാഗ് നിറക്കുന്നതിന് മുമ്പായിട്ട് അടിയിൽ നമ്മൾ കുറച്ച് നമ്മുടെ കരിയിലകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചീമക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പത്തില എന്ന് പറയും. നമ്മുടെ ഇവിടെയൊക്കെ പത്തില എന്നാണ് പറയുന്നത്. നമ്മുടെ ആടിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതാക്കുന്ന പണ്ട് വെയിൽ കിട്ടാൻ നേരത്തൊക്കെ യൂസ് ചെയ്യുന്ന അത് നമ്മൾ ഇതേപോലെ അടർത്തി എടുത്തിട്ട് അതിടും. അത് ഇടുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാനും പിന്നെ അതുപോലെ തന്നെ അതും ഒരു വളമായിട്ട് കിടന്നോളും. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് നമുക്ക് ലാഭിക്കാം. കാരണം വെച്ചാൽ ടെറസിന് മുകളിലാകുമ്പോൾ എല്ലാം നിറയെ മണ്ണാകുമ്പോൾ അത് നമ്മുടെ ഇതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം മണ്ണിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാൻ കഴിയും. ഒന്നെങ്കിൽ കരിയില അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മളിത് നിറക്കും. അങ്ങനെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഓരോ വെറൈറ്റീസ് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് നമ്മൾ നടും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൊറിയർ അയക്കുമ്പോൾ പോലും ഓരോ വെറൈറ്റീസ് സെപ്പറേറ്റ് പാക്ക് ചെയ്തായിരിക്കും നമ്മൾ തരുന്നത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മളൊരു ദിവസം കുറച്ച് നമ്മുടെ മുട്ടയുടെ പൊടി നമ്മുടെ മുട്ടത്തൊണ്ട് നമ്മൾ പൊടിക്കും. അതായത് നമുക്ക് മുട്ടത്തൊണ്ട് ഇവിടെ അടുത്തുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യും. ഈ നെയ്റ്റ് കടകളിലൊക്കെ ചെല്ലുകയെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക്
മുട്ടത്തൊണ്ട് വേസ്റ്റ് അവർ കളയുന്നത് നമുക്ക് പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു കിറ്റോ എന്തെങ്കിലും കൊടുക്കാണ്ടിട്ടുള്ള അവർ ഇട്ട് തരും. അത് നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഒന്ന് ക്ലീൻ ചെയ്യും. അതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ അത് പൊടിക്കും. പൊടിച്ചിട്ട് നമ്മളത് ഇട്ട് കൊടുക്കും. വളരെ നല്ലതാണ് അത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോമൂത്രം ഇതേപോലെ തന്നെ നമ്മളൊന്ന് ലയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ അസുഖങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് മാറ്റി ട്രീറ്റ് ചെയ്യും. വെള്ളം നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഒഴിക്കുന്ന ഒരു 8 മണിക്ക് മുമ്പായിട്ട്, അതായത് ഒരു വെയിൽ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് ലെവലാക്കിയിടും. പിന്നെ അതുപോലെ തന്നെ ഇനി അഥവാ വൈകിട്ട് നമ്മളത് ഒഴിക്കാറില്ല. ഇനി അഥവാ വൈകിട്ട് നമ്മൾ കൊറിയറിൻ്റെ ഒക്കെ തിരക്കായിരിക്കും. ഇനി അഥവാ അത്രയും നല്ല രീതിയിൽ ചൂടായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം, അതായത് വെയിലെല്ലാം പോയതിന് ശേഷമേ നമ്മൾ വെള്ളം ഒഴിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമലി ഇവിടെ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഗാർഡനിൽ നമ്മൾ ചെയ്യുന്നത്. പല സുഹൃത്തുക്കളുടെ സംശയമായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ 10 മണിച്ചെടി മേടിക്കാം എന്നുള്ളതും. നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസ് കാര്യങ്ങളുടെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ എന്തായാലും നമ്മുടെ സലു ചേച്ചീൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെത്തും. 10 മണിച്ചെടി എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റേത്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എൻ്റെ പേജിൽ എനിക്ക് മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നേരത്തെ തന്നെ എല്ലാവർക്കും റിപ്ലൈ തരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള കോംബോ പാക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ നിന്ന് കൊറിയറായിട്ട് അയക്കും. കൊറിയർ അയച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ എത്തുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ കൊറിയർ അയക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം 2-3 ഡേയ്സ് കൊണ്ട് കേരളത്തിന് പുറത്തോട്ട്, കേരളത്തിനാണെങ്കിൽ മാക്സിമം 1 ഡേ കൊണ്ട് തന്നെ എത്തുന്ന രീതിയിലാണ് നമ്മൾ കൊറിയറായിട്ട് ചെയ്യുന്നത്. പേയ്മെൻറ്റ് കാര്യങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ നല്ല 10 മണിച്ചെടികൾ മേടിക്കാം. ഇപ്പോൾ ഒരുപാട് നാളുകളായി നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇന്ന് മേടിക്കാറുണ്ട്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് നമ്മുടെ 10 മണിച്ചെടി കാര്യങ്ങൾ. കാര്യം അത്രയും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ നിന്ന് സാധനങ്ങൾ അയക്കുന്നത് കേട്ടോ. ഇതൊരു അൺബോക്സിങ് വീഡിയോയും കൂടിയാണ്. കാരണം ഫറൂഖ് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്നത് 27th ഏപ്രിലാണ്. എനിക്കിവിടെ കിട്ടുന്നത് 28th ഏപ്രിലിൽ ഉച്ചയോടുകൂടിയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു. കാരണം പ്ലാന്റ്സൊക്കെ 10 മണിച്ചെടികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എനിക്കിതുവരെ അങ്ങനെ പ്ലാന്റ്സ് കിട്ടിയിട്ടില്ല. അപ്പം ഈ 10 മണിച്ചെടിയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് കൊറിയർ കിട്ടി. അതുമാത്രമല്ല ഓരോ വെറൈറ്റിയിലുള്ള പ്ലാന്റ്സും സെപ്പറേറ്റ് ആയിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. ഓരോ നമ്മൾ പോട്ടിംഗ് മിക്സൊക്കെ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. നമ്മൾ പ്ലാന്റ്സൊക്കെ ഓർഡർ ചെയ്ത് പോട്ടിംഗ് മിക്സൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ വേഗം നമുക്ക് പ്ലാന്റ് ചെയ്യാം. ഓരോ വെറൈറ്റീസ് സാധാരണ ഞാൻ ഇതിനു മുമ്പ് പലരും കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏത് വെറൈറ്റീസാണ് തമ്മിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല, എല്ലാം കൂടെ കട്ടിങ്സ് അങ്ങ് അയച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കൊറിയർ കിട്ടുമെന്നാണ് ഫറൂഖ് പറഞ്ഞത്. എനിക്ക് കിട്ടിയ പ്ലാന്റ്സ് ഒക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സെല്ലറായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും പേജിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ബാൽക്കണിയിൽ വെക്കാനായിട്ട് അധികം സ്പേസും ഇല്ല. ഒന്നാമത്തെ കാര്യം മോർണിംഗ് സൺലൈറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു 1 മണി വരെയുള്ള ഒരു സൺലൈറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. എന്തായാലും ഞാനും ഒന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം.
ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഫറൂഖിൻ്റെ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം ഫറൂഖ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഫറൂഖ് ഈ നട്ടിരിക്കുന്നതെല്ലാം പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ടെറസിലാണ് ചെയ്തിരിക്കുന്നത്. വേറെ 2 ബിൽഡിങ്ങിലും കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാണിച്ചിട്ടില്ല. നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കൊറിയർ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വരുന്നത്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് പേജ് ഉണ്ട്, 10 മണിച്ചെടി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കൊറിയറായിട്ട് കേരളത്തിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടും, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ടൊക്കെ എത്തുന്ന രീതിയിൽ തന്നെയാണ് കൊറിയർ ചെയ്യുന്നത്. നമ്മൾ പല കോംബോ പാക്കുകളായിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതൊക്കെ നമ്മുടെ ചെടികളാണ്, ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾ 2 സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുകളിലും പിന്നെ നമ്മുടെ കടമുറിയുടെ മുകളിലായിട്ട് ടെറസിൻ്റെ മുകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പല വെറൈറ്റീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാരണമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റാത്തത്. എന്നാലും നമ്മുടെ ഇപ്പോൾ ഒരു 40-50ഓളം വെറൈറ്റീസ് ഉണ്ട്. അതിൽ കൂടുതലും സിൻഡ്രല്ല, ടൈഗർ ടിപ്സ്, അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ്, ജംബോ, അങ്ങനെയുള്ള വെറൈറ്റി 10 മണിച്ചെടികളാണ് ഉള്ളത്. നമ്മൾ കൂടുതലും കോംബോ ഓഫറുകളായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. 10 വെറൈറ്റീൻ്റെ കോംബോ, 20 വെറൈറ്റിയുടെ കോംബോ, 15 വെറൈറ്റിയുടെ കോംബോ എന്ന പോലെ പല സ്പെഷ്യൽ ഓഫറുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്.